തമിഴ്നാട്ടിലെ രാമനാഥപുരത്തെ ശ്രീവില്ലിപുത്തൂരിലാണ് ആണ്ടാൾ ജനിച്ചത്. അവരുടെ യഥാർത്ഥ പേര് കോതൈ എന്നാണ്. തിരുപ്പാവി എന്ന ഭക്തികാവ്യം രചിച്ചത് ആണ്ടാളാണ്. വിഷ്ണുചിത്തൻ എന്ന പെരിയാഴ്വാർക്ക് കുട്ടികളില്ലായിരുന്നു. ഒരിക്കൽ ഒരു തുളസിച്ചെടിക്കരികിൽ നിന്നും അദ്ദേഹത്തിന് ഒരു പെൺകുഞ്ഞിനെ കിട്ടുന്നു. അവളാണ് ആണ്ടാൾ. തികഞ്ഞ വിഷ്ണുഭക്തനായിരുന്ന പെരിയാഴ്വാർ തന്റെ മകളെയും അങ്ങനെ തന്നെ വളർത്തി. കുഞ്ഞിലെ മുതൽ തന്നെ ആണ്ടാൾ ശ്രീരംഗനാഥൻ തന്നെ വിവാഹം കഴിക്കാൻ വരുന്നതായി സ്വപ്നം കാണുകയും ഭഗവാനെ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്തിരുന്നു. ഭഗവാനെ ചാർത്താലുള്ള പൂമാലകൾ ആണ്ടാളാണ് കെട്ടിക്കൊടുത്തിരുന്നത്. എന്നും മാല കെട്ടി അത് തന്റെ കഴുത്തിലിട്ടിട്ടേ ഭഗവാനെ ചാർത്താനായി നൽകുള്ളൂ. ഒരിക്കൽ വിഷ്ണുചിത്തൻ ഇത് കാണുകയും മകളെ വഴക്ക് പറയുകയും ചെയ്തു. വേറെ പൂമാല അദ്ദേഹം തന്നെ കെട്ടി ചാർത്താൻ പോയി. അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് തനിക്ക് ആണ്ടാൾ കഴുത്തിലിട്ട മാല മതിയെന്നും ആണ്ടാളോട് മാലയുമായി വരാൻ പറയൂ എന്നും പറഞ്ഞു. അങ്ങനെ ആണ്ടാൾ വന്ന് തന്റെ കൈകൊണ്ട് തന്നെ ഭഗവാന് മാല ചാർത്തുകയും ഒരു നീല വെളിച്ചമായി നക്ഷത്രമായി ആണ്ടാൾ ശ്രീരംഗനാഥന്റെ വിഗ്രഹത്തിലേക്ക് ലയിച്ചു ചേർന്നു എന്നാണ് ഐതിഹ്യം. ആണ്ടാൾ തന്റെ മുടി കൊണ്ട കെട്ടി അതിൽ മുത്തുമണികളൊക്കെ കൊരുത്ത് അലങ്കരിക്കുമായിരുന്നു. അത് പിൽക്കാലത്ത് ആണ്ടാൾ കൊണ്ട എന്ന പേരിൽ പ്രസിദ്ധമായിരുന്നു.